നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയോദ്ഗ്രഥനം, അങ്ങനെ എന്തെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളായുണ്ടോ അതെല്ലാം തകർക്കുകയാണ്. കാരണം സംഘപരിവാർ ഇതിനെല്ലാം എതിരാണ്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ RSSൻ്റെ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട BJP കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഇതെല്ലാം തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു ഘട്ടം കൂടി വരികയാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിച്ച മുൻകാല സന്ദർഭങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് ഒരു കൂട്ടം ആളുകൾ രാജ്യത്താകെ പറഞ്ഞു നടന്ന കാലം. രാജ്യത്തിൻ്റെ ജനാധിപത്യ രീതികളാകെ അട്ടിമറിക്കപ്പെട്ട കാലം. നമ്മുടെ ജീവിക്കാനടക്കമുള്ള മൗലികാവകാശങ്ങൾ എല്ലാം റദ്ദ് ചെയ്യപ്പെട്ട കാലം. അത്തരമൊരു രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി 1977 തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അപ്പോൾ ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾക്കുമെല്ലാം വലിയ ആപത്ത് സംഭവിക്കാനിടയുണ്ടെന്നോ ആ ഘട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ അമിതാധികാര വാഴ്ച കൂടുതൽ തീവ്രമാകാനിടയുണ്ടെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവിടെയാണ് ജനങ്ങളുടെ കരുത്ത് ജനാധിപത്യ സംരക്ഷണത്തിനായി പ്രയോഗിച്ചത്. അതിൻ്റെ ഫലം ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതായിരുന്നു. ഇതിന് സമാനമായ സംഭവമല്ലെങ്കിലും 2004 നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സുപ്രധാനമായൊരു വിധി നൽകുന്ന നിലയുണ്ടായി. 2004 വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരുന്ന കാലമാണ്. വാജ്പേയി BJPയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. അദ്ദേഹം ആ സർക്കാരിന് രണ്ടാം ഊഴം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. BJP സർക്കാരിന് രണ്ടാം ഊഴം നൽകിയാൽ രാജ്യത്തിന് സംഭവിക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് രണ്ടാം ഊഴം നൽകാൻ ഒക്കില്ല എന്ന നിലപാട് ജനങ്ങളെടുത്തു. അതിൻ്റെ ഫലം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള
BJP ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറി. അപ്പോൾ ജനാഭിലാഷം BJP തുടർഭരണം നടത്താൻ പാടില്ല എന്താണ്. ആ ജനാഭിലാഷം മാനിച്ച് രാജ്യത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ല നിശ്ചയമുള്ള ഇടതുപക്ഷം ആ ഘട്ടത്തിൽ BJPയുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകി. അതായിരുന്നു ഒന്നാം UPA സർക്കാർ. ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായതോടെ കോൺഗ്രസിൻ്റെ തനത് സ്വഭാവം കാണിക്കാൻ പറ്റാതെയായി. പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ രീതി നടപ്പാക്കാൻ നോക്കിയപ്പോൾ അതിന് തടയിടുന്ന അവസ്ഥ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മുടെ രാജ്യത്ത് ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷ പിന്തുണ ഉപകരിക്കുകയും ചെയ്തു. അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായവ നടപ്പാക്കാൻ അന്നത്തെ ഒന്നാം UPA ഗവൺമെൻറ്റിന് സാധിച്ചു. ഇവിടെ ആ ഘട്ടത്തിൽ ചില പരിഷ്കരണങ്ങൾ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. ലോകത്തെല്ലാം അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇന്ത്യയിലും ആ പരിഷ്കരണങ്ങൾ വേണം എന്ന് കോൺഗ്രസ്സിന് ആഗ്രഹം. പക്ഷേ ആ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിച്ച പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ പരിഷ്കരണം നടപ്പിലാക്കിയ മിക്കവാറും രാജ്യങ്ങളിലെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കിങ് സ്ഥാപനങ്ങൾ എല്ലാം തകർന്നടിഞ്ഞുപോയി. എന്നാൽ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സ്ഥാപനവും തകർന്നില്ല, ഒരു ധനകാര്യ സ്ഥാപനത്തിനും പോറലേറ്റില്ല. എന്തുകൊണ്ട്? ആ പരിഷ്കരണം ഇവിടെ നടപ്പാക്കിയിരുന്നില്ല. പരിഷ്കരണം നടപ്പാക്കിയെടുത്തൊക്കെ വലിയ തിരിച്ചടി ഈ സ്ഥാപനങ്ങൾക്കുണ്ടായി. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണെങ്കിലും പൊതുവേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന നില വന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയെ ഒരു പൊല്ലാപ്പായാണ് കോൺഗ്രസ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നു. അത് സംഭവിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനവിധി UPAക്ക് അനുകൂലമായിരുന്നു. രണ്ടാം UPA സർക്കാർ വന്നു. രണ്ടാം UPA സർക്കാർ
കോൺഗ്രസ് കണ്ട ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന അലോസരമില്ലാത്ത സർക്കാരായിരുന്നു. ആ സർക്കാർ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലം കടുത്ത അതൃപ്തി രാജ്യത്തെ ജനങ്ങളിലാകെ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കൃഷിക്കാർക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലൂടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ താങ്ങുവില നിശ്ചയിക്കുന്നത് അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ നിശ്ചയിച്ചത് ഒന്നാം UPA സർക്കാരായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സർക്കാർ രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന് കണ്ടതുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ വന്നത്. പക്ഷേ ആ കമ്മീഷൻ 3 വർഷം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. അത് പരിശോധിക്കുന്ന നില വന്നത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ്. ഇടതുപക്ഷ പിന്തുണയില്ല. കോൺഗ്രസിൻ്റേതായ രീതി സ്വീകരിച്ചു. അവർ ചെയ്തത്, ഇത് മാർക്കറ്റ് ദുർബലപ്പെടുത്തും ഇത് താങ്ങുവില കൊടുത്താൽ. അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കലായിരുന്നു. അന്ന് ആ വഞ്ചനയാണ് കൃഷിക്കാരോട് കാണിച്ചത്. കൃഷിക്കാരോട് കൂടുതൽ അവഗണന തുടരുന്ന നിലയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെല്ലാം രണ്ടാം UPA സർക്കാർ കോൺഗ്രസിൻ്റെ തനത് സ്വഭാവത്തിൽ കാര്യങ്ങൾ നീക്കിയപ്പോഴുണ്ടായതാണ്. മറ്റൊരു പ്രശ്നം ഇതേ കാലത്തുണ്ടായി. വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്ത് ആസിയാൻ കരാറിൻ്റെ ആദ്യ രൂപമായി. പിന്നെ ഒന്നാം UPA സർക്കാർ കോൺഗ്രസ്സിന് വല്ലാത്ത നിർബന്ധം ആസിയാൻ കരാർ ഒപ്പിടണം. ആസിയാൻ കരാർ ഒപ്പിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആസിയാൻ കരാർ ഒപ്പിടേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. അതുകൊണ്ട് ഒന്നാം UPAയുടെ കാലത്ത് ആസിയാൻ കരാർ ഒപ്പിട്ടില്ല. രണ്ടാം UPA വന്നു, ഇടതുപക്ഷ പിന്തുണയില്ല. ആ കാലത്താണ് ആസിയാൻ കരാർ ഒപ്പിട്ടത്. ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനവുമായോ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായോ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറായില്ല. ആ വഴിക്ക് തീരുമാനമെടുത്ത് പോവുകയായിരുന്നു. അതിൻ്റെ ഫലം എന്താ? നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ച. ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന റബ്ബറില്ലേ, അതിതിൻ്റെ ഭാഗമാണ്. ഈ കരാറിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലേക്ക് റബ്ബർ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടു. ടയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, റബ്ബറിൻ്റെ വില താഴോട്ട് പോകുന്നു. ഇവിടെ 90% റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാടായിരുന്നു കേരളം. ഇപ്പോഴത് 70% നിൽക്കുകയാണ്. കാരണം കൃഷിക്കാർ റബ്ബർ കൃഷിയോട് മടുപ്പ് കാണിക്കുന്നു. ഈ കാര്യത്തിൽ ഇറക്കുമതി ചുങ്കം
നേരത്തെ കുറച്ചു, വല്ലാതെ എടുത്തു കളയുന്ന നിലയെടുത്തു. ആസിയാൻ രാജ്യങ്ങൾ വലിയ തോതിലാണ് ഇങ്ങോട്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത്. ടയർ കമ്പനികൾ കൃഷിക്കാരെ വഞ്ചിച്ചു എന്ന് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ചൊരു കമ്മീഷൻ കണ്ടെത്തി. ആ കമ്മീഷൻ 1800 കോടി രൂപയാണ് പിഴയിട്ടത്. ആർക്ക്? ഈ പറഞ്ഞ ടയർ കമ്പനികൾക്ക്. അതിലൊരു പ്രധാനപ്പെട്ട ടയർ കമ്പനി കേരളത്തിലെ MRF ആണ്. പക്ഷേ ഈ 1800 കോടി രൂപ ഈടാക്കി, ടയർ കമ്പനികൾ ഈടാക്കി കൃഷിക്കാർക്ക് നൽകാൻ തയ്യാറാകേണ്ടതാണ്. അതാണ് പൊതുവിൽ രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ LDFും ആവശ്യപ്പെട്ടത്. ഒരു നടപടിയുമില്ല. ടയർ കമ്പനികൾ പോയി സ്റ്റേ സമ്പാദിച്ചു. അതിനനുകൂലമായ നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഈ രണ്ടു കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമായതുകൊണ്ട് അതിനെ രണ്ടു കൂട്ടരും ഒരേ നയത്തോടെയാണ് സമീപിച്ചത്. UPA ഗവൺമെൻറ്, രണ്ടാം UPA ഗവൺമെൻറ് പാസാക്കിയ, അംഗീകരിച്ച ആസിയാൻ കരാർ പിന്നീട് വന്ന BJP ഗവൺമെൻറ് നല്ല രീതിയിൽ തുറന്നു പോവുകയാണ്. ഇതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം. രാജ്യമാകെ അതൃപ്തി, എല്ലാ ജനങ്ങളും അസംതൃപ്തർ. അവിടെയാണ് BJP വലിയ തോതിൽ രംഗപ്രവേശം ചെയ്തത്. ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാന പെരുമഴ. 15 ലക്ഷം രൂപ വരെയാണ് ഓരോ അക്കൗണ്ടിലേക്ക് വാഗ്ദത്തം ചെയ്തത്. രാജ്യത്ത് പലയിടങ്ങളിലും കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം. അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ ദുർഭരണത്തിലൂടെ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയുടെ ഭാഗമായി BJPയുടെ കയ്യിൽ വീണ്ടും എത്തി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചു പോയത്. നേരത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഏതെല്ലാം തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾ സ്വീകരിച്ചോ അതേ രീതിയിൽ തന്നെയുള്ള നടപടികളുമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയി. എന്താ ഫലം? നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വലിയ തോതിൽ പുറകോട്ടടിക്കപ്പെട്ടു. ഇപ്പോൾ ലോകത്ത് ഇന്ത്യയാണ് ഏറ്റവും വലിയ ദരിദ്രർ ഉള്ളൊരു രാഷ്ട്രം. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദാരിദ്ര്യം അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കി. അതിൽ നമ്മുടെ സ്ഥാനം, രാജ്യത്തിൻ്റെ സ്ഥാനം 107ആണ്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ബാക്കിയുള്ളൂ. ഇവിടെ ആലോചിക്കേണ്ടത് 108-ൽ നിന്ന് 107 ആയതല്ല, 55-ൽ നിന്ന് 107-ലേക്ക് പതിച്ചതാണ്. എന്താ കാര്യം? ജനവിരുദ്ധമായ സാമ്പത്തിക നയം. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതാണ് BJP നടപ്പാക്കിയ സാമ്പത്തിക നയം. ഇതേ നയമാണ് കോൺഗ്രസ് നടപ്പാക്കിയത്. അതേ നയം തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തുറന്നു. കാരണം രണ്ടു കൂട്ടരും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും സാമ്പത്തിക നയത്തിലില്ല.
ഇതാണ് നാം കാണേണ്ടത്. രാജ്യം പാപ്പരീകരിക്കപ്പെട്ടു. നയമാണിതിലൊക്കെ പ്രധാനം. ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു പൊതു സാഹചര്യം നിൽക്കുമ്പോൾ ആ രാജ്യത്തിനകത്തുള്ള കേരളം എവിടെ നിൽക്കുന്നുവെന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ രാജ്യം പൊതുവെ നല്ല ഭാഗം ദരിദ്രരായി കഴിയുമ്പോൾ കേരളമാണ് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം. എന്തുകൊണ്ടാണിത് വന്നത്? നാം ഇവിടെ നടപ്പാക്കുന്ന നയം BJPയുടെയും കോൺഗ്രസിൻ്റെയും നയമല്ല. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം ഇവിടെ നടപ്പാക്കുകയാണ്. ആ ബദൽ നയത്തിൽ പാവപ്പെട്ടവർക്കാണ് മുൻഗണന. അശരണർ, വലിയ തോതിൽ സഹായം അർഹിക്കുന്നവർ, അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ നാട് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ആ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് 45 രൂപ കൊടുത്തുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ആ പെൻഷൻ ഇപ്പോൾ എവിടെയെത്തി? ഈ 45 രൂപ കൊടുക്കുന്ന കാലത്ത് അതിനെതിരെ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പുറകോട്ട് പോയില്ല. പിന്നീട് വിവിധ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിച്ചു. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കടലാസിലുള്ള പെൻഷൻ 600 രൂപയാണ്. പക്ഷെ അത് ആളുകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. 1.5 വർഷത്തെ അടക്കം കുടിശ്ശികയാണ് ആ കാലത്തുണ്ടായത്. LDF സർക്കാർ ആദ്യമേ തന്നെ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് മുൻകൈയെടുത്തത്. അതിനുശേഷമാണ് സംഖ്യ 600-ൽ നിന്ന് വർദ്ധിക്കാൻ തുടങ്ങിയത്. 1600-ൽ വന്നു നിന്നു. ഇപ്പോൾ 60 ലക്ഷത്തിൽ പരം ആളുകൾക്ക് 1600 രൂപ വീതം പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇതിനെക്കുറിച്ചാണ് ധനമന്ത്രി പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ തുക പെൻഷൻ കൊടുക്കുന്നത്? നമുക്ക് ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയം അംഗീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് കൃത്യമായി ബദൽ നയം നടപ്പാക്കപ്പെട്ടത്. എന്താ ഫലം? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം. എത്ര? നേരത്തെ 0.7% കേരളത്തിലെ അതിദരിദ്രർ. ഈ 0.7% എന്നത് അതങ്ങ് അവഗണിക്കുകയല്ല നമ്മുടെ നാട് ചെയ്തത്. നമ്മുടെ അടുത്താണ് അത്തരം ആളുകൾ താമസിക്കുന്നത്. അവരെ പ്രത്യേകമായി പട്ടികപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ 64,006 കുടുംബങ്ങളുണ്ട്. അവരാരാണെന്ന് ആദ്യം കണക്കാക്കി. ആ ആളുകളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക. അതിനാണ് പിന്നീട് തീരുമാനമായത്. 3 വർഷം കൊണ്ട് അത് നടപ്പാക്കും. 2025 നവംബർ 1 കേരളത്തിൽ
പരമദരിദ്ര കുടുംബങ്ങളില്ലാതിരിക്കുക. ഇതിനാണ് നടപടിയെടുത്തത്. 1 വർഷം കഴിഞ്ഞു. ഈ കഴിഞ്ഞ നവംബർ 1-ന് 40,000-ഓളം കുടുംബങ്ങൾ മുക്തരായി കഴിഞ്ഞു. അപ്പോൾ ഒരു സംശയമില്ല, ഈ വർഷം നവംബർ 1 ഏകദേശം എല്ലാ കുടുംബങ്ങളും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, 2025 നവംബർ 1 നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ കേരളത്തിൽ ഒരു കുടുംബവും പരമദരിദ്രാവസ്ഥയിൽ ഉണ്ടാകില്ല. ഇത്തരമൊരു അവകാശവാദം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുമോ? അവിടെയാണ് വ്യത്യാസം. പോട്ടെ, ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടപ്പാക്കിയല്ലോ, ഞങ്ങളിങ്ങനെ ഒരു പരിപാടി നടപ്പാക്കും എന്ന് പറയാൻ എത്ര സംസ്ഥാനങ്ങൾ തയ്യാറാകും? അതിലൊക്കെയാണ് നയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ആ നയം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് കേരളം ഇവിടെ സ്വീകരിച്ചത്. പക്ഷേ ഇതിന് വല്ലാത്ത പക ആർക്ക്? BJP സർക്കാരിന്. ഏതെങ്കിലും തരത്തിൽ ഇതാകെ തകർക്കണം, കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കണം. കേന്ദ്ര ധനമന്ത്രി ഇവിടെ വന്ന് നമ്മളെ ഉപദേശിച്ചത് ക്ഷേമ പെൻഷനുകൾ അതേ രീതിയിൽ തുടരാൻ പാടില്ല എന്നായിരുന്നു. നമ്മളത് അംഗീകരിച്ചില്ല. എന്നാൽ നിങ്ങളെങ്ങനെ കാര്യങ്ങൾ നടത്തും എന്നത് കാണണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാടിനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. ആ നടപടികളിൽ കേരളം വലിയ തോതിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലാണ് പാർലമെൻറ്റ് അംഗങ്ങൾ സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ വലിയ തോതിൽ ശബ്ദമുയർത്തുക. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ തെറ്റ് തുറന്നു കാണിക്കാനും വിമർശിക്കാനും അതിൻ്റെ ഭാഗമായി തിരുത്തണമെന്ന് ആവശ്യപ്പെടാനുമൊക്കെ സാധാരണ ഏത് നാട്ടിലെയും ജനപ്രതിനിധികൾ തയ്യാറാകും. പക്ഷേ നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ നിന്ന് പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗവും അതിന് സന്നദ്ധമായില്ല എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരഴിച്ചുവിട്ടൊരു പ്രചരണമുണ്ടായിരുന്നു. അതിലവർ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. അപ്പോൾ ഏത് പാർട്ടിക്കാണോ കൂടുതൽ അംഗബലം ലഭിക്കുന്നത് ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക. രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ അംഗത്വം വേണം. അപ്പോൾ ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം ജയിച്ചു പോകണം, UDF ജയിക്കുന്ന അവസ്ഥയുണ്ടാകണം. ഇതാണ് നടത്തിയൊരു പ്രചരണം. നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളാണല്ലോ. അവർ പലരും ഈ പ്രചരണത്തിലങ്ങ് വിശ്വസിച്ചു. ഇടതുപക്ഷമായാലും LDF ആയാലും UDF ആയാലും
അവിടെ BJP എതിർക്കുകയാണല്ലോ. പക്ഷേ ഗവൺമെൻറ് രൂപീകരിക്കാൻ കോൺഗ്രസിൻ്റെ അംഗബലം കുറയരുതെന്ന് പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് പോട്ടെ, ഈ ഒരു നിലപാട് പൊതുവിലെടുത്തു. അതിൻ്റെ ഫലം LDFന് കനത്ത പരാജയം, UDF വലിയ വിജയം. അത് കഴിഞ്ഞിപ്പോൾ 5 വർഷമായി. ഈ 5 വർഷക്കാലം UDFനെ വിജയിപ്പിച്ചവർക്ക് സമാധാനം ലഭിച്ചോ? മനസ്സിന് സ്വസ്ഥത ലഭിച്ചോ? ഈ 5 വർഷക്കാലത്തിനിടയിലുള്ള ഓരോ സംഭവങ്ങൾ, ഓരോ ഘട്ടങ്ങൾ, അതിൽ തങ്ങൾ വിജയിപ്പിച്ച ആളുകൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്നില്ലല്ലോ എന്ന വേദന കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ അനുഭവിച്ചു. ഇപ്പോഴത്തെ അംഗബലം നോക്കിയാൽ പാർലമെൻറ്റ് അംഗങ്ങളിൽ 20-ൽ 18 പേരാണ് UDFൻ്റെ ഭാഗത്ത്, 2 പേരാണ് LDFനോടൊപ്പം. ഈ 18-അംഗ സംഘം ഏതെങ്കിലും കാര്യത്തിൽ അവരെ തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചോ? ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. ദേശീയ പ്രശ്നങ്ങൾ ധാരാളം വന്നു, മതനിരപേക്ഷത തകർക്കുന്ന പ്രശ്നങ്ങൾ വന്നു. എവിടെയും ഇവരെ കാണാനുണ്ടായില്ല. ഒന്നിനെയും എതിർക്കാൻ ഇവരുണ്ടായില്ല. എന്താ കാര്യം? ഇവർക്കൊരു സംഘപരിവാർ മനസ്സ് വന്നു. BJPയോടൊപ്പം BJP സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ BJPയുടെ കൂടെ അതേ സംഘപരിവാർ മനസ്സോടെ നീങ്ങുന്ന നിലയാണ് വന്നത്. ഇതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം? എത്രമാത്രം വേദന! ഓ, ഞങ്ങളാണല്ലോ ഇവരെ ജയിപ്പിച്ചത്, ഇവരെന്താണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചിന്തിച്ച എത്രയെത്ര ആളുകൾ. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഭരണഘടനയുടെ വകുപ്പുകളടക്കം റദ്ദ് ചെയ്യുന്നു. ജമ്മു കാശ്മീർ വിഷയത്തിൽ 370-ാം വകുപ്പ്, ആ വകുപ്പ് റദ്ദ് ചെയ്യാൻ ഒരു ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്ന് ആ വകുപ്പ് റദ്ദ് ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ നിയതമായ മാനദണ്ഡങ്ങളുണ്ട്, ഒന്നും പാലിക്കുന്നില്ല, നേരെ റദ്ദ് ചെയ്യപ്പെടുന്നു. സംസ്ഥാന പദവി എടുത്തു കളയുന്നു. അതിശക്തമായി കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ പ്രതിഷേധം ഉയരണ്ടേ? ഉയർന്നോ? എന്താ വരാത്തത്? കോൺഗ്രസ്സിന് എന്താണ് കോൺഗ്രസ്സിന് പറ്റിയത്? BJPയെ നമുക്ക് മനസ്സിലാക്കാം. RSSൻ്റെ അജണ്ടയാണ് നടപ്പാക്കേണ്ടത്. RSS നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. അവരാ നയവുമായി പോകുന്നു. RSS ആണ് ഈ 370 അംഗീകരിക്കില്ല എന്ന നിലപാട് നേരത്തെ മുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ അജണ്ടയാണ് നടപ്പാകുന്നത്. കോൺഗ്രസ് എതിർക്കാൻ പറ്റുന്നില്ല, കോൺഗ്രസ് എതിർക്കുന്നില്ല. സാങ്കേതികമായി എതിർത്തു എന്നൊക്കെ പറയാം, പക്ഷേ ഇത്തരമൊരു പ്രശ്നത്തിൽ ഉയരേണ്ട രോഷമില്ലേ? ആ തോതിലുള്ള രോഷം പാർലമെൻറ്റിൽ ഉയരുന്നില്ല. മാത്രമല്ല, രഹസ്യമായി BJP അഭിനന്ദിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ
ഒരാൾ വളരെ ആവേശത്തിലായി. ആര്? രാജ്യസഭയിലെ ചീഫ് വിപ്പ്, കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ്. അദ്ദേഹം നേരെ ഇറങ്ങി. എവിടുന്ന്? കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJP പോയി. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഇതല്ലേ കോൺഗ്രസ്? ഇതാണല്ലോ നമ്മൾ കണ്ടത്. നമ്മുടെ 18 അംഗ സംഘവും അതേ നിലപാടാണല്ലോ എടുത്തത്. NIA കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നു. ആ ഘട്ടത്തിൽ എതിർക്കാൻ കോൺഗ്രസ് ഇല്ല. പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ആകെ 6 അംഗങ്ങളാണ് എതിർക്കാൻ തയ്യാറായത്. അതിലൊന്ന് നമ്മുടെ ആലപ്പുഴയിലെ ആരിഫ്. എവിടെ പോയി നമ്മളെ 18 അംഗ സംഘം? എന്തുകൊണ്ടാണ് അവർക്ക് എതിർക്കാൻ പറ്റാത്തത്? UAPA കരിനിയമമാണ്, കൂടുതൽ കരിനിയമമാക്കുന്നു. ഭേദഗതി കൊണ്ടുവന്നു. കോൺഗ്രസ് BJPയോടൊപ്പം. ഇതല്ലേ അവസ്ഥ? ഈ രാജ്യത്ത് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാവിധ ജനാധിപത്യം തകർക്കുന്നതിനുള്ള നടപടികളുടെയും കൂടെയാണ് കോൺഗ്രസ് നിന്നത്. ഇതല്ലേ നമ്മുടെ അനുഭവം? അപ്പോൾ ഇവിടുന്ന് പോയ 18 പേര് അനങ്ങാതായി. അതിൽ വല്ലാത്ത മനപ്രയാസം അവരെ തിരഞ്ഞെടുത്തയച്ച നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്. ഇനി നമ്മുടെ പ്രശ്നം, നമ്മുടെ നേരെ കാണിക്കുന്ന അവഗണനയുടെ എല്ലാ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എത്ര വലിയ അവഗണനയാണ്! 1,07,500 കോടി രൂപയാണ് 2016 ശേഷം LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാടിന് ലഭിക്കേണ്ടത് തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ് അത് തടയാനായിരുന്നു താല്പര്യം. അതാണ് നമ്മൾ അവസാനം സുപ്രീം കോടതിയിൽ പോയത്. ഈ ഘട്ടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളുണ്ടായല്ലോ, കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ സ്വീകരിച്ച നടപടികൾ. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ 18 അംഗ സംഘം ആരുടെയെങ്കിലും ശബ്ദം നമ്മൾ കേട്ടോ? നിങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ഈ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? എന്തേ അവർക്കൊരു കേരള വിരുദ്ധ മനോഭാവം വരാൻ കാരണം? അവർ കേരളത്തിൽ നിന്ന് പോയവരല്ലേ, കേരളത്തിലെ ജനപ്രതിനിധികളല്ലേ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കണ്ടേ? പറ്റിയില്ലല്ലോ അവർക്ക്. എല്ലാറ്റിലും ഒരു സംഘപരിവാർ അജണ്ടയോടൊപ്പം നിൽക്കാനുള്ള ത്വര, അതല്ലേ ഉണ്ടായത്? അതാണോ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ജനപ്രതിനിധികൾ സ്വീകരിക്കേണ്ട നില? എത്ര വേദനയോടെയാണ് നമ്മുടെ നാട്ടുകാരത് കണ്ടത്. ഇവിടെ ഒരനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം. പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് MP-മാരുടെ യോഗം ചേരും. സംസ്ഥാന ഗവൺമെൻറ് വിളിക്കുന്നതാണ്. ആ യോഗത്തിൽ, ഒരു യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയുടെ ചിത്രം മുഴുവനായിട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് MP-മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. അവരെല്ലാവരും സമ്മതിച്ചു, ഞങ്ങൾ കാണും, നിവേദനം കൊടുക്കും. സംഭവിച്ചതെന്താണെന്നറിയോ? നിവേദനം തയ്യാറാക്കിയപ്പോൾ ഒപ്പിടാൻ തയ്യാറില്ല. വീണ്ടും ഒരു യോഗം വരുന്നു. ആ യോഗത്തിൽ അവരോട് പറഞ്ഞു, കഴിഞ്ഞ തവണ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇപ്പോഴത്തെ കണക്ക് ഇതൊക്കെയാണ്. അവർ വീണ്ടും ആവർത്തിച്ചു, സംശയിക്കണ്ട, ഞങ്ങൾ പോകും, ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോകും, നിവേദനം കൊടുക്കും. നിവേദനം തയ്യാറാക്കി. അപ്പോൾ അവരോട് അവർ പറയാണ്,
ഈ നിവേദനത്തിൽ ഞങ്ങൾ ഒപ്പിടണമെങ്കിൽ കേരളത്തിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയണം. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യണം? എന്താ ആവശ്യം? കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്നാണ്. ആ നിവേദനത്തിൽ ഇത് സംഭവിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് എഴുതി കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് കുറ്റമൊന്നുമില്ല, കുറ്റമല്ല സംസ്ഥാനത്തിനാണ് എന്ന് നമ്മൾ തന്നെ എഴുതി കൊടുക്കണമെന്ന്. ഇതല്ലേ ഈ 18 അംഗ സംഘത്തിൻ്റെ നില? നമ്മൾ സുപ്രീം കോടതിയെ ശരണം പ്രാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം ന്യായമായും അർഹതപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതി കണ്ടു. നിങ്ങൾ ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞ ആദ്യം 2 ഗവൺമെൻറ്റുകളല്ലേ ചർച്ച ചെയ്തു. ചർച്ചയ്ക്ക് വേണ്ടി നിയമസഭയിൽ ബജറ്റ് സമ്മേളനമാണ്. നമ്മുടെ ധനമന്ത്രി ആ ഘട്ടത്തിൽ നിയമസഭയിൽ നിന്ന് നേരെ ഈ ചർച്ചയ്ക്ക് വേണ്ടി പോയി. വെറുതെ ആയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് മുട്ടാപ്പോക്ക് നയമാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങളെ കേസ് പിൻവലിക്കണം, ഇതായിരുന്നു ന്യായം. സുപ്രീം കോടതിയുടെ മുന്നിൽ എല്ലാ വിവരങ്ങളും എത്തി. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, കേരളത്തിന് അർഹതപ്പെട്ടതാണല്ലോ ഇത്, അത് കൊടുക്കാതിരിക്കുന്നതിന് എന്താണ് ന്യായം? ആ 13,000-ൽ പരം കോടി രൂപ കേരളത്തിന് അനുവദിക്കണം, കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു. നമുക്ക് അർഹതപ്പെട്ടതാണത്, അതേതെങ്കിലും ഒരു ഔദാര്യമല്ല. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. കേസ് വീണ്ടും പരിശോധിച്ച സുപ്രീം കോടതി പറഞ്ഞു, അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേവരെ സുപ്രീം കോടതി പരിശോധിക്കാത്തൊരു ഭാഗം കൂടിയാണ്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. ദേശീയ തലത്തിലൊരു പ്രശ്നമായി ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രങ്ങളെല്ലാം സുപ്രീം കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളം ആദ്യം വന്നു, ഇപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ വീണ്ടും വരുന്നു. നിങ്ങൾ സംസ്ഥാനങ്ങളുമായി മത്സരിക്കുകയാണോ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലെല്ലാം ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? ഈ 18 അംഗ സംഘം സ്വീകരിച്ച സമീപനം എന്താ? ഒരു വാക്ക് നമ്മുടെ ആവശ്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞോ? അപ്പോഴെല്ലാം BJPയുടെ കൂടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ കൂടെയായിരുന്നു. ഇതല്ലേ നമ്മുടെ നാട് കണ്ടത്? അപ്പോൾ BJPക്ക് കേരള വിരുദ്ധ വികാരം, അതേ വികാരം എങ്ങനെ കോൺഗ്രസ്സിന് വരുന്നു, UDFന് വരുന്നു? നമ്മുടെ അനുഭവം അതാണല്ലോ. ഇപ്പോൾ കേരള വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെയുള്ള വൻപിച്ചൊരു ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും പ്രകടമാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതിനനുസൃതമായുള്ള ഒരു LDF തരംഗം അലയടിച്ചു വരുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇതാണിന്ന് കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചിലർ നോക്കുന്നുണ്ട്. കേരള സ്റ്റോറി എന്നത് നമ്മുടെ രാജ്യത്ത് കേരളം നമ്പർ 1 എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നമ്മുടെ നാടാണ് പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം. അക്കാര്യത്തിൽ നമ്പർ 1 സ്ഥാനമാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ നില, കേരളത്തിൻ്റെ ആരോഗ്യനില, കേരളത്തിൻ്റെ സാമൂഹ്യ മേഖല, കേരളത്തിൻ്റെ മറ്റ് വിവിധ മേഖലകൾ, ജീവിത നിലവാരമടക്കം ഇതെല്ലാം നമ്പർ 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കേരള സ്റ്റോറി കേരളം നമ്പർ 1 എന്നതാണ്. അത് മറച്ചു വെക്കാനുള്ള ഒരുപാട് ശ്രമമാണ് BJPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം തന്നെ തള്ളിക്കളഞ്ഞ ഒരു സിനിമാ ചിത്രീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതും നാം
കാണേണ്ട ഒരു കാര്യമാണ്. ഈ മണ്ഡലത്തിൽ സഖാവ് മുകേഷിനെയാണ് LDF ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മുകേഷ് ആരാണെന്ന് ഇവിടെ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ല അർപ്പണബോധത്തോടെ തൻ്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് മുകേഷിനെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവത്തിലൂടെ കൊല്ലത്തിന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭാംഗമെന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമായിരുന്നു. നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ദൗത്യമാണ് അദ്ദേഹത്തെ നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് ഭംഗിയായി തന്നെ അദ്ദേഹം നിർവഹിക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉത്തമനായ പൊതുപ്രവർത്തകനാണ് സഖാവ് മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും സഖാവ് മുകേഷ് പാർലമെൻറ്റിലേക്ക് പോകട്ടെ, അതിനായി നല്ലതുപോലെ പ്രവർത്തിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.